Hello my dear friends, ഞാൻ സുധ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ചെറുപയർ കറി ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല. ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ചെറുപയർ കുട്ടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ചെറുപയർ കറി ഇത്തിരി ഒരു ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ചെയ്താലോ? ചപ്പാത്തിക്കും ചോറിനും ദോശക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചെറുപയർ കറിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ആ ചെറുപയർ കറി റെഡിയാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ചെറുപയർ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ചെറുപയറാണ് എടുത്തത്. അത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇന്നലെ രാത്രി മുഴുവൻ കുതിർത്തിട്ടതാണിത്. അപ്പോൾ നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് ഇടുകയാണ് വേണ്ടത്. എന്നിട്ട് ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം, 3 പച്ചമുളക് നെടുക കീറിയത്, 4 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നീട് ചെറുപയർ അളന്നെടുത്ത കപ്പിന് 2 കപ്പ് വെള്ളം. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അടപ്പിട്ടിട്ട് സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി മീഡിയം ഫ്ലെയിമിൽ 2 വിസിലാണ് വേണ്ടത്. കുതിർത്തിട്ടത് കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടിട്ടാണുള്ളത്. ഇനി ഒന്ന് ഇതിൻ്റെ പ്രഷർ പോകണം. ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നാളികേരം അരക്കാൻ പോവുകയാണ്. അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അല്പം വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതങ്ങോട്ടേക്ക് നമുക്ക് മാറ്റി വെക്കാം. പ്രഷറൊക്കെ പോയി കഴിഞ്ഞു. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ചെറുപയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു തവി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് നമുക്കിതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് താളിക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമുക്കതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 4 വറ്റൽമുളക് ചേർക്കാം. ഒരു 6 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി ഈ ചെറിയുള്ളി ഒന്ന് മൂത്ത് വരണം. ചെറിയുള്ളി മൂത്തിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ച ചെറുപയർ ഇതിലേക്ക് ചേർക്കാം. പ്രഷർ കുക്കർ കഴുകിയിട്ട് ഇത്തിരി വെള്ളമുണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർക്കാം. നമ്മൾ അരച്ച് വെച്ച തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സി കഴുകിയിട്ട് അല്പം വെള്ളം കൂടെ ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ചാറ് വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കണം. ഒരല്പം കൂടി വെള്ളം ഞാൻ ഇതിലേക്ക് ചേർക്കുവാണ്, കാരണം തിളച്ച് വരുമ്പോഴത്തേക്കും കുറുകിപ്പോകും. നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറച്ച് കുറവ് തോന്നുന്നു. ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. കറി തിളച്ച് തുടങ്ങി. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കൂടി നമ്മുടെ കറി ഇതുപോലെ തിളക്കണം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, കാരണം ചെറുപയർ ആയതുകൊണ്ട് ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. കറി നല്ലപോലെ തിളച്ച് കഴിഞ്ഞു. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയതല്ലേ ഈ ചെറുപയർ കൊണ്ടുള്ള കറി. സാധാരണ ചെറുപയർ കറിയിൽ നിന്നും ഇത്തിരി വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റും കൂടുതലായിരിക്കും. ഇത് നമുക്ക് ദോശൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിക്ക് ഗ്രേവി ആയിട്ട് കഴിക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഈ ചെറുപയർ കറിയെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ കിട്ടുന്ന ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. ബൈ ബൈ.